എല്ലാവരും സുഖമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ സ്വന്തം ചേട്ടൻ്റെ കല്യാണം കേട്ടോ ഈ 31 നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് കസിൻസ് എല്ലാവരും കൂടിയിട്ട് ചേട്ടൻ്റെ റിസപ്ഷനും അതുപോലെ തന്നെ തലേ ദിവസത്തെ പരിപാടിക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഡാൻസ് പ്രാക്ടീസ് സെഷനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. അതെല്ലാം കഴിഞ്ഞ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഓൺലൈനാണ് നടത്തിക്കൊണ്ടിരുന്നത്, പക്ഷേ ആദ്യമായിട്ടാണ് ഓഫ്ലൈനായിട്ട് ഡാൻസ് പ്രാക്ടീസ് സെഷൻ നടക്കുന്നത്. കാരണം എല്ലാവർക്കും ജോലി തിരക്കും അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ പാടെ തലേദിവസത്തെ പരിപാടി, അതായത് 29-നാണ് തലേദിവസത്തെ പരിപാടിയുടെ ഇത് നടക്കുന്നത്. ഇതായിരുന്നു കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ ഒരു റെഡ് ചുരിദാറായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം ഞങ്ങൾ നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പറമ്പിലാണ് നമ്മൾ ആ ഒരു സ്റ്റേജ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ നാളത്തിന് ശേഷമാണ് എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഞാൻ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മാംഗ്ലൂരാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഫാമിലിയിൽ പൊതുവേ എന്തെങ്കിലും ഫങ്ഷൻസ് നടന്നാൽ തന്നെ ഞാൻ അങ്ങനെ വലുതായിട്ട് പോകലുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു പരിഭവം പടക്കം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. കാരണം എന്നെ കണ്ട പാടെ എല്ലാവരും ചോദിക്കുന്നത്, നീ എവിടെയായിരുന്നു, നീ ഒന്നിനും വരലില്ലല്ലോ, അങ്ങനെയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ട്രാവൽ ചെയ്യാനുള്ള മടി കാര്യങ്ങളൊക്കെ കൊണ്ട് പിന്നെ അവിടുന്ന് ലീവ് കിട്ടലില്ല, അതാണ് മെയിൻ ഇഷ്യൂ. പിന്നെ എൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുകയാണ്. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ പാടെ ഞാൻ നേരെ ബാംഗ്ലൂർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത് എൻ്റെ ഹെൽത്ത് ഭയങ്കര വീക്കായി. പിന്നെ അതുകൂടാതെ ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ പരിപാടിക്ക് എല്ലാവരും കൂടി ഒരേപോലെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടി ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് എന്താ പറയുക, അവിടുത്തെ ഫുഡും പിന്നെ ഞങ്ങളെല്ലാവരും മുഖത്തുണ്ടായ ആ ഒരു ഹാപ്പിനെസ്സും അങ്ങനെയൊക്കെ കേട്ടോ. ഭയങ്കര നൈസായിരുന്നു പരിപാടി. ഞങ്ങൾ അത്ര എൻജോയ് ചെയ്തത് കുറേ നാളത്തിന് ശേഷമാണ്. എല്ലാവരുടെയും മുഖത്ത് ഒരേപോലെ സന്തോഷം കാണുമെന്ന് വെച്ചൊക്കെ പറയുമ്പോൾ നല്ല രസമല്ലേ അത്. പ്രത്യേകിച്ച് ഈ ഒരു കല്യാണ കാര്യങ്ങളും അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ സംഭവം ഒരു ചടപ്പാണെങ്കിലും പക്ഷെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ആ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ എന്താ പറയുക, ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ കല്യാണം വരുന്നത് 31-നായിരുന്നു. 29-നാണ് ഈ പരിപാടി നടക്കുന്നത്, അതായത് തലേദിവസത്തെ പരിപാടി നടക്കണേ. പിന്നെ ഇതിൻ്റെ 13-ന് ഞങ്ങൾ എല്ലാവരും കൂടി, അതായത് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഞങ്ങൾ ഗുരുവായൂർക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിൽ, അതായത് 13-ന് വൈകിട്ട് ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം കുറേ കല്യാണത്തിൻ്റെ പ്രമാണിച്ച് കുറേ ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മറ്റേ വെറ്റില വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന കുറേ പരിപാടികളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുതിർന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്ത പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടി ട്രാവലറിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഗുരുവായൂർക്ക്. കാരണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് കെട്ടുണ്ടായിരുന്നത്. രാവിലെ 31-ന് രാവിലെ 5 മണിയുടെയും 4 മണിയുടെ 5 മണിയുടെ ഇടയ്ക്കായിരുന്നു മുഹൂർത്തം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എറണാകുളം ടു തൃശ്ശൂർ പോകാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ട്രാവലിംഗ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കാരണം ഞങ്ങൾ തലേ ദിവസം പോയിട്ട് അവിടെ സ്റ്റേ ആക്കലായിരുന്നു കേട്ടോ. കൃഷ്ണവിലാസം റിഗൻസിയിലാണ് നമ്മൾ അവിടെ സ്റ്റേ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ. എന്താ പറയുക, അവിടുത്തെ സർവീസ് ആയാലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗുരുവായൂർ എത്തിയ പാടെ ഞങ്ങൾ നേരെ കണ്ണിനെ കാണാണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറി തൊഴുതതിന് ശേഷം ഞങ്ങൾ ആ ഹോട്ടലിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ചെന്നിട്ടാണെങ്കിൽ ഭയങ്കര തൊല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരുള്ളതുകൊണ്ട് ഓരോരോ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഗുരുവായൂർ അതെല്ലാം ഒന്ന് തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന് മുല്ലപ്പൂ അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, മുല്ലപ്പൂ ഇല്ലാണ്ട് എന്ത് കല്യാണമല്ലേ, അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാത്രി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇനി രാവിലെ, അതായത് പിറ്റേ ദിവസം 31-ന് 4 മണി ആ ടൈമിലാണ് കല്യാണം നടക്കുക. ഞങ്ങൾ എത്തിയപാടെ കുറച്ച് വൈകി കെട്ടാറാവുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. എന്നിട്ട് ഞങ്ങളെല്ലാ കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചേട്ടൻ്റെ കല്യാണം ഭയങ്കര അടിപൊളിയായിട്ട് നടന്നത്. ആ ഒരു എന്താ പറയുക, ഇത്ര വെളുപ്പിൽ ഒരു താലികെട്ട് കാണലൊക്കെ ഞാൻ ആദ്യമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് തൃശ്ശൂർ തന്നെ ആറാട്ടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഓഡിറ്റോറിയം സെറ്റപ്പ് ഉണ്ടായിരുന്നത്. അതായത് ചേച്ചീൻ്റെ വീടിൻ്റെ അവിടെ ആയിരുന്നു കേട്ടോ ഈ ഒരു ഓഡിറ്റോറിയം. നല്ലൊരു സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളത്തിന് ശേഷമാണ് ഞാനൊരു സദ്യ കഴിക്കുന്നത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസമായിരുന്നു റിസപ്ഷൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് June 1-നായിരുന്നു റിസപ്ഷൻ്റെ പരിപാടി കേട്ടോ. ഇവർ രണ്ടുപേരും കാണാൻ എന്ത് ഭംഗിയായിരുന്നു അറിയാം, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ള ചേച്ചാ ഈ ഡാൻസ് കണ്ടിട്ട് പോണേ.